നേതാക്കന്മാര് പറയുന്ന മാതിരി ത്രിവർണ പതാക പുതച്ചുകൊണ്ട് തന്നെ മരിക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകൻ അങ്ങനെ ആഗ്രഹിച്ച് 2-3 പേര് ഇന്നലെ പോയായിരുന്നു. ആയാലും ആവുമായിരിക്കും അല്ല എന്ന് പറയുന്നില്ല. എന്റെയും ഗതി നാളെ എന്താന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ ആ രീതിയിലല്ല ചിന്തിക്കുന്നത് മനുഷ്യ. ഞാൻ ചിന്തിച്ചത് ഫിലോസഫി നാളെ എന്തെന്നും ആരെന്നും ആർക്കറിയാം. നാളെ എന്തെന്നും ആരെന്നും ആർക്കറിയാം. ആരുടെ കവിതയാണ്? കക്കാടിന്റെ കവിതയാണ് അല്ലേ? ആ രീതിയാണ്. അതാണ് ഞാൻ ചിന്തിച്ചത്. നാളെ രാഷ്ട്രീയമോ പോണ്ടി വരുമോ എന്നുള്ള ചിന്തയല്ല. അങ്ങനെ ചിന്തയില്ല. ഗ്രാമത്തിലാണ് ഗണേശൻ പറഞ്ഞ. അല്ല, ഇത് നമ്മുടെ ഗണേശൻ ചേട്ടൻ ഒരു ചായക്കടയില്ലേ ഇവിടെ തൊട്ട് മുമ്പിൽ? അവിടുത്തെ ഉള്ളിപ്പക്കോട ഭയങ്കര ഫേമസ് അല്ലേ? അതാണ് ഗണേശൻ ചേട്ടന്റെ ഉള്ളിപ്പക്കോട. ഞാൻ രാവിലെ വന്നപ്പോ കണ്ടായിരുന്നു. എല്ലാം ഉണ്ട്, ഗംഭീരമാണ്. ഞാൻ ഗണേശൻ ചേട്ടന്റെ ചായക്കടയിൽ വന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തുണ്ട്? പ്രസാദ്, ജനതാദളിന്റെ മണ്ഡലം സെക്രട്ടറി. ജനതാദളിന്റെ. നിങ്ങൾ ജനതാദൾ ശരിക്കും പറഞ്ഞാൽ BJP-ക്കൊപ്പമാണോ CPM-നൊപ്പമാണോ? കേരളത്തില് ഞങ്ങള് LDF-നൊപ്പമാണ്. കേന്ദ്രത്തിൽ അത് എന്ത് തീരുമാനമാണെങ്കിലും ഞങ്ങൾ ഇവിടെ ശക്തമായിട്ടുള്ള ഞങ്ങളുടെ മന്ത്രിയുണ്ട്, തോമസ് ഉണ്ട്, അവരുടെ കീഴിൽ അടിയുറച്ച് അവിടെ നമുക്ക് കുമാരസ്വാമി പോയതൊന്നും നമുക്ക് വിഷയമല്ല. അല്ല, കേരളത്തിൽ നിങ്ങൾ ഇവർക്കൊപ്പമാണ്, LDF-നൊപ്പമാണ്. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യം. എന്റെ പേര് ശശി. ഞാനിവിടെ മൊബൈൽ ഷോപ്പ് നടത്തണു. KVVS പ്രായരി യൂണിറ്റിന്റെ പ്രസിഡന്റ് കൂടിയാണ്. ഗംഭീരം. ഓക്കെ, എന്റെ പേര് മണികണ്ഠൻ. രാവിലെ നടക്കാറിയാൻ വുഡ് ആൻഡ് ഫർണിച്ചർ വർക്കാണ്. പിന്നെ ഗ്രാമത്തിൽ രാവിലെ നടക്കാനിറങ്ങിയതാണോ അതോ രാവിലെ എഴുതുന്ന സമയത്ത് മുട്ട കൊടുക്കുന്നതിന് പകരം പെട്ടെന്ന് പരിപാടി നടക്കുന്നത് ഓടിച്ചാടി വന്നതാണോ? എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. വെരി ഗുഡ്. ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞത്? വുഡ് ആൻഡ് ഫർണിച്ചർ വർക്ക്. വുഡ് ആൻഡ് ഫർണിച്ചർ വർക്ക് ഇവിടെ നിന്നാണോ ചെയ്യുന്നത്? അല്ല, ചൂടല്ലേ? ഗ്രാമത്തിൽ അവിടെ മേലാമുറി. ഓക്കെ, അപ്പൊ വളരെ ഹാപ്പിയായ മനുഷ്യരാണ്. നമ്മൾ ഇവിടെ കടന്നിട്ട് പോകുമ്പോൾ എന്താ അവസ്ഥ നമുക്ക് തിരിച്ചറിയാം, ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ. പക്ഷേ ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ ഈ പ്രഭാതത്തെ വരവേൽക്കുന്നു. കൊടുതിരപ്പള്ളി ഗ്രാമം എങ്ങനെയാണോ ഈ നവരാത്രി ആഘോഷങ്ങളിൽ പങ്കുചേരുന്നത്, അതുപോലെയാണ് രാഷ്ട്രീയ വിഷയങ്ങളിലും അവർക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒരു ആഘോഷമാണ് അവരെ സംബന്ധിച്ച് രാഷ്ട്രീയം. അവരിലേക്ക് വരാം. പാട്ടുപാടുന്ന കലാകാരികളും ഈ കൂട്ടത്തിലുണ്ട് അല്ലേ? അതറിയുന്ന യൂണിഫോം ആയിട്ട് നിൽക്കുന്ന 2 പേരും ഒരേ വീട്ടിൽ നിന്നാണോ? ഇരട്ടകളാണോ? ഇതൊരു നമ്മുടെ നമ്മൾ കൊടുങ്ങല്ലൂർ വെച്ച് കണ്ടിരുന്നു എന്ന്. അപ്പൊ നമുക്ക് ഇവരുടെ വാർത്താവിശേഷങ്ങളിലേക്കൊക്കെ വരാം.